ഫുൾ ഈ വീസാർ വെച്ചിട്ട് പോയതാണോ? കണ്ടില്ലേ 10A ഈ ക്ലാസ് ആയിരുന്നു നമ്മുടെ ക്ലാസ്. കണ്ടോ ഇതൊക്കെ മാറി ഫുള്ള് മാറി. പ്രൊജക്ടർ വെച്ചു, മുകളിൽ ഷീറ്റ് ഇട്ടു, ഫാനുണ്ട്, കാര്യങ്ങളൊക്കെ. പ്രൊജക്ടർ അതുകൊണ്ട് ഹായ് സാർ, ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴുള്ള സാറായിരുന്നു. ഹേ മച്ചാമാരെ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന സമയമൊക്കെ ഒരുപാട് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഉച്ച മുക്കാലൊക്കെ ആയി. സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞു. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തിയതാണ്. ഞാൻ പഠിച്ച സ്കൂളിലേക്ക് ഒരു ഓട്ടം വന്നതാണ്. SNHSS ചിതറ പരുത്തി എന്നാണ് അറിയപ്പെടുന്നത്. മുൻപ് പഠിച്ച ക്ലാസ്സുകളും സ്കൂളിൻ്റെ പരിസരമൊക്കെ പോയി നോക്കിയപ്പോഴത്തേക്ക് ഒരുപാടധികം മാറി. കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എന്തുകൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ പഠിച്ച സ്കൂളും ആ ഒരു സിറ്റുവേഷനിലൊക്കെ മാറിയ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്കൂളിനകത്തേക്കൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. ഈ കാണുന്ന ഗ്രൗണ്ട് വഴിയൊക്കെ ഒരുപാട് ഓടിച്ചാടി എറിപ്പന്തൊക്കെ കളിച്ച ആ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് കേട്ടോ. നമുക്കല്ല, ഇവിടെ പഠിച്ച മിക്കുള്ളവർക്കും ഉണ്ട്. നമ്മുടെ കൂടെ പഠിച്ച കൂട്ടുകാരന്മാർക്ക് ഇപ്പോൾ അതൊക്കെ ഓർമ്മ ഉണ്ടാവും. ഞാനിപ്പോൾ ഇതൊരു റീൽസായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ കൂടെ പഠിച്ച ചല്ലിമുക്കിലുള്ള അഫ്സൽ വന്ന് കമൻറ്റ് ഇട്ട് തുടങ്ങിയായിരുന്നു. ഞാൻ ചോദിച്ചാൽ അളിയാ വല്ലതൊക്കെ ഓർമ്മ ഉണ്ടോ ഇവിടെ പഠിച്ചതെന്ന്. അപ്പോഴത്തേക്കും അവൻ പിന്നെന്താ അളിയാ ഓർമ്മ ഇല്ലാതിരിക്കുമോ, നമുക്കൊന്നും കൂടെ പോയാൽ എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവിടെ PTA മീറ്റിങ്ങിന് എന്തെങ്കിലും വന്നതാണ്. അവരിറങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് പിറ്റേ ദിവസം വന്ന് വീണ്ടും വീഡിയോ എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. നല്ല മഴക്കോളുണ്ട് കേട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഗേറ്റൊക്കെ അടച്ച് അവിടെ കുറച്ച് മാവ് അതും ഇതൊക്കെ നട്ടിട്ടുണ്ട്. ഇതിന് പുറത്ത് നമ്മുടെ ഒരു കാക്ക വെള്ളമൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു അന്ന്. എന്തായാലും മഴ നല്ലതുപോലെ പെയ്യാൻ തുടങ്ങുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ നല്ല മൂല കാർമയൊക്കെ മൂടിക്കഴിഞ്ഞു. ഇന്നലെയൊക്കെ അടിപൊളി മഴയായിരുന്നു. രാവിലെ തൊട്ട് തുടങ്ങിയത് വൈകുന്നേരമാണ് തീർന്നത്. നമുക്ക് സ്കൂളിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാം. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നല്ല മഴ തുടങ്ങി കേട്ടോ. ഇതുവഴിയാണ് നമ്മുടെ 8ാം ക്ലാസ്സിലേക്ക് പോയത്. ഞാൻ പഠിച്ച 8ാം ക്ലാസ് ഇതിന് മുകളിലായിരുന്നു. 8A ഒക്കെ മുകളിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ആണോ എന്നറിയില്ല. പിന്നെ 9A അത് ഇതിന് പുറകിലത്തെ ബിൽഡിംഗ് ആയിരുന്നു. ഹായ് സാർ, ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴുള്ള സാറായിരുന്നു. സജി സാർ. ബി സാറ് പോയല്ലേ? സാർ ഒരു ഫോണിലാണ്. അപ്പം ജസ്റ്റ് ഒന്ന് സ്കൂളൊന്ന് കണ്ടിട്ട് വരാം. ഈ ബി സാർ വെച്ചിട്ട് പോയതാണോ? സാറ് ഇവിടുന്ന് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സാറ് തന്നെ ഇവിടെ നട്ടിട്ട് പോയ കാര്യമറ നാടാണല്ലേ ഇപ്പം. ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ എപ്പോഴും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ പഠിച്ച ആ സിറ്റുവേഷനൊക്കെ ഫുള്ള് മാറി. ഇവിടെയൊന്നും അങ്ങനെ ഈ വലിയ മരങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഇടനാഴി കൂടെ ഒക്കെ നടക്കുമ്പോഴത്തേക്ക് ഓരോ ഓർമ്മകൾ, പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. പിന്നെ ഈ ഇതുവഴിയാണ് പുറത്തിറങ്ങുന്നത്. നമ്മൾ 9Aയും 9Bയും C ഒക്കെ ഇങ്ങനെ താഴെയായിരുന്നു. അതുകൊണ്ട് ആ കാണുന്ന ബിൽഡിംഗ് ആയിരുന്നു. ഇവിടത്തേക്ക് പൂട്ടിയിട്ടൊക്കെയാണ്. ക്ലാസ് റൂം കാര്യങ്ങളൊക്കെ പെയിൻ്റ് അടി കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പം ബെഞ്ച് ഡെസ്കൊക്കെ തിരിച്ച് മറച്ച് വെച്ചേക്കാണ്. നമ്മൾ പഠിച്ചപ്പോഴുള്ള ഒരു കാര്യമല്ല, ഫുള്ള് മാറി. ടൈലിട്ടു, പിന്നെ പ്രൊജക്ടർ മുകളിലൊക്കെ ഫുള്ള് റൂഫ് പോലെയൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ആ ഒരു സംഭവമൊന്നും ഇല്ലായിരുന്നു. ഫാനുണ്ട്, 2 ഫാനൊക്കെ കിടക്കുന്നുണ്ട്. വേറെ ലെവലായി സ്കൂള്. കണ്ടില്ലേ 10A ഈ ക്ലാസ് ആയിരുന്നു നമ്മുടെ ക്ലാസ്. കണ്ടോ ഇതൊക്കെ മാറി ഫുള്ള് മാറി. പ്രൊജക്ടർ വെച്ചു, മുകളിൽ ഷീറ്റ് ഇട്ടു, ഫാനുണ്ട്, കാര്യങ്ങളൊക്കെ. പ്രൊജക്ടർ അതുകൊണ്ട് ഫുള്ള് ഹൈടെക്കാണ് സ്കൂള്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു സംഭവമൊന്നും ഇല്ലായിരുന്നു. ഈ ഗ്രില്ലില്ലായിരുന്നു. ഈ ഗ്രില്ല് വഴിയൊക്കെ ചാടി ഇറങ്ങും. ഗ്രില്ലില്ലാത്തതുകൊണ്ട് ഈ ജനൽ വഴിയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചാടി ഇറങ്ങുമായിരുന്നു. പിന്നെ അത് സ്റ്റാഫ് റൂമായിരുന്നു. സ്റ്റാഫ് റൂമൊന്നും എല്ലാം റെഡിയാക്കിയിട്ടൊന്നുമില്ല. സ്കൂൾ തുറക്കാൻ വേണ്ടി ഇനി ഏതാണ്ട് 2 ആഴ്ചയും കൂടെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കും. പിന്നെ ഇതുവഴി അങ്ങ് അപ്പുറത്ത് ഇറങ്ങാമായിരുന്നു. ഇവിടെ ആയിരുന്നു മറ്റേ അരി സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സ്റ്റോർ റൂം. ഇതൊക്കെ കാണുമ്പം എന്താണ് ആ ഒരു പഴയ കാലം ഓർമ്മ വരും. ഈ കാണുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബിജു സാറ്. ബിജു സാറ് നട്ട കാരമരമാണെന്ന് പറഞ്ഞു. ആ സാറുള്ള ടൈമിൽ അലച്ച് കഴിഞ്ഞാൽ അടിയാണ്, അല്ലെങ്കിൽ ഫൈൻ കൊടുക്കണം, 1 രൂപ കൊടുക്കണം. അല്ലെങ്കിൽ സ്റ്റേജിൻ്റെ ഇവിടെ കൊണ്ടുവന്നിട്ട് അടിച്ച് ഓരോ അടി കിട്ടുന്നു, ചാടുന്നു, പോകുന്നു. ഇവിടെ വരുന്നു, അടി കിട്ടുന്നു, പോകുന്നു. ആ ഒരു സിറ്റുവേഷനൊക്കെ എന്താണ് കാണുന്നവർക്കല്ല, അന്നത്തെ ആ ഒരു ഓർമ്മകളാണ്. സാറ് ക്ലാസ്സിൽ അലക്കരുത് എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അലക്കരുത്. സാറല്ലെങ്കിൽ വന്നിട്ട് വലിയ കമ്പുണ്ട്, ചെറിയ കമ്പുണ്ട്.
ചെറിയ കമ്പിനാണ് അടി, വലുതാണ്, അത് നിങ്ങളുടെ ചോയ്സാണ്, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അടി വേണ്ടെങ്കിൽ ഫൈൻ കൊടുക്കാം. ഫൈൻ കിട്ടുന്ന പൈസ കൊണ്ട് സാറ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ റൂം അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിയാക്കാനോ അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ഫൈനായിട്ട് ഈടാക്കുന്നത്. അപ്പോൾ ഞാൻ ഓട്ടം വന്ന ആൾക്കാരെ അവിടെ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മച്ചാന്മാരെ കാണുന്നത്. അവിടെ ക്യാമറ ഇരിക്കുന്നുണ്ടോ? ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതും ഇല്ല, വേറെ ഇതുകൊണ്ടായിരിക്കുന്നു. അടുത്ത ക്യാമറ ഫുൾ സെറ്റപ്പാണ് കേട്ടോ. എല്ലാം മാറി, നമ്മൾ പഠിച്ചപ്പോൾ ഉള്ളതേ അല്ല, അന്ന് കണ്ട സ്കൂളല്ലേ അല്ല. ഇപ്പോൾ ഓട്ടം വന്നവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നെ. ഞാൻ ഇത്രയും നേരം അവരെ വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അവിടുത്തെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഞാനങ്ങനെ തിരിച്ചിറങ്ങി. അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിച്ച സ്കൂള്, നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഉള്ള ഓർമ്മകൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. പിന്നെ ഈ സ്കൂളിപ്പം അടുത്തൊരു അധ്യയന വർഷത്തേക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും അതിൻ്റേതായ ചെറിയ ഇതൊക്കെ ഉണ്ട്, പെയിൻ്റ് അടിക്കുന്ന കാര്യങ്ങൾ, ക്ലാസ് റൂമുകളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ കുറച്ച് ഇതുണ്ട്. 2 മാസത്തോളം സ്കൂൾ അടച്ചിട്ടതാണല്ലോ, അപ്പോൾ ഇനി അടുത്തൊരു അധ്യയന വർഷത്തേക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാരന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മകളുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോ. പിന്നെ നമുക്ക് ഈ സ്കൂളൊക്കെ ഓപ്പൺ ആയതിനു ശേഷം വന്ന് ജസ്റ്റ് നമ്മുടെ ടീച്ചർമാർ സാറന്മാരൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി ഒരു വീഡിയോ ഒക്കെ നമുക്ക് ഇനി പോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേക്ക്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു നല്ല ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷംനാ ഷാജി സൈനിങ് ഔട്ട്.